തിരുമേനി ഇവിടെ വെച്ചിട്ടുണ്ടോ? ഇനി വേറെന്തെങ്കിലും ഇവിടെ ആവശ്യമുണ്ടോ? എല്ലാ സാധനങ്ങളും ഇല്ലേന്ന് ഒന്നുകൂടി ഒന്ന് നോക്കിയാരെ, അത്രേ ഉള്ളൂ. നമസ്കാരം സ്വാമി, അങ്ങ് വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പൂജയ്ക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആയില്ലേ? കഴിഞ്ഞ് കാണണം. തൃശൂൽ ആ മുതലാളി, ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാം റെഡിയാണ് സ്വാമി. നിന്റെ മകൻ എവിടെ? മകൻ മോളെ അവനെ ഒന്ന് വിളിച്ചേ. പൂജയ്ക്ക് വേണ്ട ഒരുക്കങ്ങളൊക്കെ ആയി കഴിഞ്ഞു. അപ്പൊ കാര്യങ്ങളിലേക്ക് എടുക്കാം. വിഘ്ന നിവാരകനായ ഗണേശനെ തൊഴുത് സങ്കല്പ പൂജ ആരംഭിച്ചുകൊള്ളൂ. ഈശ്വര, ഈ തുലാഭാരം കഴിയുന്നതോടെ ഞാൻ ഈ വീട്ടിലെ മകനല്ല എന്നുള്ളതിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അതെല്ലാം മാറണം. എന്റെ ആദിശേഷൻ ഒരാപത്തും വരാത്തതുപോലെ കാത്തു രക്ഷിക്കണേ ഭഗവാനെ. ദിഗ്വിജയ, തുലാഭാരത്തിന്റെ തട്ടിൽ പൂവും കുങ്കുമവും വെച്ച് ആരതി ഒഴിയൂ. ദിഗ്വിജയ, നിന്റെ അനന്തരാവകാശിയായ ഇവന്റെ നെറ്റിയിൽ തിലകം ചാർത്തിയാലും തട്ടിലേക്ക് കയറിയിരിക്കൂ. നീയാണ് മോനെ എന്റെ യഥാർത്ഥ മകൻ. നീ തന്നെയാ എന്റെ അനന്തരാവകാശി. നോ ത്രിവിക്രം, എന്താ മോനെ? അപ്പൊ ഇത്ര നേരം ഞാൻ കണ്ടത് സ്വപ്നമായിരുന്നോ? ഈ സ്വപ്നം ഒരിക്കലും സത്യമാൻ പാടില്ല. ഞാൻ പെട്ടെന്ന് വേറെന്തോ ആലോചിച്ചിട്ടാടി. തുലാഭാരത്തിന്റെ കാര്യങ്ങളെല്ലാം നിറവേറിക്കഴിഞ്ഞാൽ എല്ലാ ദുഷ്ടശക്തികളും ദൂരെ മാറിപ്പോകും. ദിഗ്വിജയ, ആ കുറി അവനെ അണിയിക്ക്. തുലാഭാരത്തിന്റെ കാര്യങ്ങൾ നടക്കട്ടെ. അതെടുത്ത് തുലാഭാരത്തിന്റെ തട്ടിൽ വെക്കൂ. ഓരോരുത്തരായി തുലാഭാരത്തിനുള്ള ശർക്കര വെച്ചുകൊള്ളൂ. ത്രിവിക്രമ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇനി മുതൽ നിനക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല. തൃശൂലെ, ഇന്ന് ഞാൻ നിന്റെ സ്ഥാനത്ത് എവിടെ ഇരിക്കുന്നത്? ഇതിപ്പോ എന്റെ സ്ഥാനം നിർണയിക്കുന്ന ത്രാസ. ഇത് മുകളിലേക്ക് പോകുന്തോറും ഈ വീട്ടിലെ എന്റെ സ്ഥാനവും മുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും.
ഇനി ആരാ ഉള്ളത് തട്ടിൽ ശർക്കര വെക്കാൻ? ശിവാനി, നീ ചെല്ലുമോളെ. മഹാദേവ, എന്റെ ആദിശേഷന്റെ തുലാഭാരം നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിക്കണേ. തിരുമേനി, ഇനി ബാക്കിയുള്ളത് തൃശ്ശൂര് മാത്രമാണ്. ത്രാസ് ഒരല്പം പോലും. അതാകും തൃശൂൽ. സ്വാമിജി, ശർക്കരയെല്ലാം വെച്ചു കഴിഞ്ഞല്ലോ. തട്ടു മുകളിലേക്ക് ഉയർന്നതേയില്ല. ഇത് വളരെ വിചിത്രമായിരിക്കുന്നല്ലോ. മരുമകൻ 70 കിലോ ഉണ്ടെന്നാ പറഞ്ഞത്. ഞാൻ 80 കിലോ ശർക്കര വാങ്ങിയിട്ടുമുണ്ട്. എന്നിട്ട് എന്താ തട്ട് താഴാത്തെ? സ്വാമിജി, എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എന്താ ഇതിന്റെ അർത്ഥം? സ്വാമിജി, ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണേണ്ടത് അങ്ങ് തന്നെയാ. അങ്ങെന്താ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്? ഞാൻ ഒരുപാട് തുലാഭാരങ്ങൾ നടത്തിയിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ഒരുപാട് മുൻപ് രാമേശ്വരത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നാണ് പലരും പറഞ്ഞു കേൾക്കുന്നത്. അവിടെ എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? കാരണം അറിയോ സ്വാമിജിക്ക്? അതിന്റെ കാരണങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതറിയേണ്ടത് അനിവാര്യമാണ്. ഗോവിന്ദ, വിഷ്ണു പൂജാരിക്ക് ഫോൺ ചെയ്യ്, എന്നിട്ട് എനിക്കിതാ. എന്തുപറ്റി സ്വാമിജി? അദ്ദേഹം എന്താ പറഞ്ഞ? രാമേശ്വരത്ത് നടന്ന തുലാഭാരത്തിൽ തട്ടിലിരുന്നിരുന്ന യുവരാജാവ് ആ മഹാരാജാവിന്റെ മകനായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. നിന്റെ മകൻ തൃശൂലല്ല, ത്രിവിക്രമനാണ് നിന്റെ മകൻ. നീ ഇത്രയും കാലം മകനെന്ന് കരുതിയിരുന്നത് ദിഗ്വിജയന്റെ മകൻ തൃശൂലിനെയാണ്. അപ്പോ ത്രിവിക്രമൻ എന്റെ മകനല്ലെന്നാണോ അങ്ങ് പറയുന്നത്? പറയൂ സ്വാമികളെ, ത്രിവിക്രമൻ എന്റെ മകനല്ലേ? ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. രാമേശ്വരത്ത് നടന്ന കാര്യം പറഞ്ഞു എന്ന് മാത്രം. ത്രിവിക്രമൻ ജനിച്ചപ്പോ അവന്റെ ജാതകം അങ്ങ് തന്നെയല്ലേ എഴുതിയത്?
അവൻ വളർന്നു വരുമ്പോഴും എല്ലാ സമയത്തും അങ്ങ് തന്നെ കൂടെ ഉണ്ടായിരുന്നില്ലേ? ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അന്നേ അറിഞ്ഞിരുന്നില്ലേ? ഞാൻ തന്നെയാണ് അവന്റെ ജാതകം എഴുതിയത്. അവന്റെ ഭാവി വർത്തമാനങ്ങളെ കുറിച്ച് അതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. എന്നാൽ നമ്മൾ എത്ര തന്നെ മനസ്സിലാക്കിയാലും എല്ലാറ്റിനും മുകളിൽ വിധി എന്നൊരു കാര്യമുണ്ടല്ലോ, അതിനെ തടയാൻ ആർക്കും കഴിയില്ല. അപ്പോ ഇതിനെ വിധിയെന്ന് വിളിക്കാൻ പറ്റുമോ? അറിയില്ല. എന്ത് കാരണം വേണമെങ്കിലും ആയേക്കാം. സ്വാമിജി, അങ്ങനെയാണെങ്കിൽ ഇനി എന്താണ് ചെയ്യേണ്ടത്? ശുഭസമയം കഴിഞ്ഞിരിക്കുന്നു. തുലാഭാരം ഇന്നിവിടെ വെച്ച് നിർത്താം. നാളെ നമുക്ക് വീണ്ടും നോക്കാം. നിന്റെ മകൻ തൃശൂലല്ല, ത്രിവിക്രമനാണ് നിന്റെ മകൻ. ഇവിടെ എന്ത് സംഭവിക്കരുതെന്ന് ആഗ്രഹിച്ചോ അത് തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ വീട്ടിലെ മകനല്ലെന്നുള്ള കാര്യം സ്വാമിജി ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞു കളഞ്ഞല്ലോ. ഇതിപ്പോ ആ തുലാഭാരം നടത്തുന്ന എനിക്ക് ഗുണം ചെയ്യുന്നു വിചാരിച്ചപ്പോ അത് എനിക്ക് തന്നെ പാരയുമാ. അല്ല, എന്റെ ബോഡി വെയിറ്റിനേക്കാളും കൂടുതൽ ശർക്കര വെച്ചതാണല്ലോ, പിന്നെന്താ ത്രാസ് പങ്കാതിരുന്നത്? ഇനി മുത്തശ്ശി എനിക്ക് തന്ന ശക്തി ഉള്ളത് കൊണ്ടാണോ? അതെന്തെങ്കിലും ആവട്ടെ, ആരുടെയും മുമ്പിൽ ഞാൻ പിടിക്കപ്പെടാൻ പാടില്ല. ഒരു കാരണവശാലും ഡാഡിക്ക് സംശയം തോന്നാനും പാടില്ല. ആർക്കും ഒരു സംശയം തോന്നരുത്. അങ്ങളെ വന്നിട്ട് കുറെ നേരമായോ? അത് നിന്റെ അച്ഛനൊരു സംശയം തോന്നാൻ പാടില്ലെന്ന് നീ ഇവിടുന്ന് പറഞ്ഞില്ലേ? അപ്പോഴേ വന്നു. അതിരിക്കട്ടെ, എന്ത് സംശയം തോന്നാൻ പാടില്ലാത്ത? അങ്ങളെ അത് മനസ്സിലായി. അളിയന്റെ അടുത്ത് നിന്ന് എന്താ എത്ര കാര്യമായിട്ട് നീ മറച്ചു വെക്കുന്നത് എനിക്ക് മനസ്സിലായി. തുലാഭാരത്തിന്റെ ത്രാസ് താഴാത്തതിനുള്ള കാരണം എന്താണെന്നല്ലേ? സംസാരിക്കാൻ വരുമോനെ? നിന്റെ വെയിറ്റ് 70 അല്ല, അതിനേക്കാളും കൂടുതലുണ്ട്. ആ കാര്യമല്ലേ അളിയന്റെ അടുത്തുനിന്ന് നീ മറച്ചു വെച്ചത്? എങ്ങനെയുണ്ട് മോനെ, മനസ്സിലാക്കിയില്ല ഞാൻ? ആ, ഇതാണ് മോനെ, സ്വീറ്റ്സ് കഴിക്ക്. സന്തോഷിക്കേണ്ട സമയടാ ഇത്. ഇപ്പൊ എന്തുണ്ടായി? നീ എത്ര വലിയവനാടാ? ഈ ഭൂമി ഒരുപാട് ഭാരം ചുമക്കുന്നുണ്ട്, അതിൽ നിന്റെ ഭാരം എന്താവാനാ? ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടും നിന്നെ തൂക്കാൻ പറ്റില്ലല്ലോ. ഗ്രേറ്റ് ആടാ നീ, ഗ്രേറ്റ്. നീയില്ലേ കനകദുർഗയുടെ മകനാ. ആര് വിചാരിച്ചാലും നിന്നെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ല. അങ്കിളെ പ്ലീസ്, അങ്കിളൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ഡാടാ മരുമോനെ, എന്താടാ തട്ട് തൂങ്ങില്ലെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണോ? ആ, നീ അത് ആലോചിക്കേ വേണ്ട. നാളെ നിന്റെ അച്ഛൻ സ്വർണമോ വെള്ളിയോ കൊണ്ടുവന്ന് അതങ്ങ് തൂക്കിക്കോളും. നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? മരുമക്കളെന്ന് വെച്ചാ നിന്നെ പോലെ അവനോടാ. എന്തു പറ്റി ശിവാനി ഇവിടെ ഒറ്റയ്ക്ക് വന്നിക്കുന്നു? എന്തോ വിഷമത്തിലാണെന്ന് തോന്നുന്നു. എന്തു പറ്റി? തുലാഭാര ചടങ്ങ് പകുതി വെച്ച് നിന്നുപോയില്ലേ? സ്വാമിജി ആണെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുകയും ചെയ്തു. പിന്നെ സങ്കടം വരാതിരിക്കും? ഇതിനൊക്കെ ആരെങ്കിലും സങ്കടപ്പെടാൻ നിൽക്കോ? സ്വാമിജി വേറെ എവിടെയോ സംഭവിച്ച കഥയാണ് പറഞ്ഞത്. ഇവിടെ സംഭവിച്ചതും അത് തന്നെയാണെന്ന് അദ്ദേഹം പറഞ്ഞോ? അങ്ങനെയാണെങ്കിൽ തുലാഭാര ചടങ്ങ് പൂർത്തിയാവാഞ്ഞത് എന്തുകൊണ്ടാ? അതിന് വേറെന്തെങ്കിലും റീസൺ കാണുന്നേ. വേറൊരു മുഹൂർത്തത്തില് അത് നടത്താന്ന് പറഞ്ഞല്ലോ അദ്ദേഹം. നടക്കുന്നേ, അത് വിട് ശിവാനി. വീട്ടിലുള്ളവരെല്ലാം ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. ഇപ്പൊ നീയും സങ്കടപ്പെട്ട് ഇങ്ങനെ മാറി നിന്ന് കഴിഞ്ഞാൽ അവരെയൊക്കെ സമാധാനിപ്പിക്കുന്ന പിന്നെ ആരാ? നിന്റെ മുഖത്ത് സന്തോഷം അല്ലെങ്കിൽ പിന്നെ ഈ വീട്ടിലുള്ള ആരുടെയും മുഖത്ത് സന്തോഷം കാണില്ല. നോക്ക്, സ്മൈൽ പ്ലീസ്. അത് തന്നെ.
ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ണില് കളർഫുൾ സ്വപ്നങ്ങൾ വരാൻ തുടങ്ങി. ആഹാ, ഈ സ്മൈൽ കണ്ട് ഞാൻ എവിടേക്കോ പോയി. ആരെത്ര സങ്കടത്തിലാണെങ്കിലും ടെൻഷനിലാണെങ്കിലും അവരെ സമാധാനിപ്പിക്കാനുള്ള മരുന്ന് നിന്റെ കയ്യിലുണ്ടല്ലോ അല്ലേ? മറ്റുള്ളവരുടെ കാര്യത്തിൽ ഔഷധമൊക്കെ ഉണ്ട്, പക്ഷെ എന്റെ രോഗത്തിന് ഇതുവരെ ഔഷധം കിട്ടിയില്ല. ഡോക്ടറിന് മനസ്സിലാവുന്നില്ലെന്നേ. നിനക്ക് രോഗമാണെന്നോ? എന്തുപറ്റി? ഏത് ഡോക്ടറാ നിനക്ക് മരുന്ന് തരാത്തത്? പ്രണയ രോഗം. മെഡിസിൻ തരേണ്ടത് ഡോക്ടർ ശിവാനിയും, സ്പെഷ്യലിസ്റ്റ് ഇൻ ലവോളജി. തൃശൂൽ സോറി 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 സോറി. താങ്ക്സ് തൃശൂൽ. എന്തിന്? എന്റെ വാക്കിന് വില കൽപ്പിച്ച് ഈ വീട്ടിലേക്ക് വീണ്ടും തിരിച്ചു വന്നത്. നീ വന്നതിന് ശേഷമാ ഈ വീട്ടിൽ എല്ലാവരുടെയും മുഖത്ത് സന്തോഷം കാണാൻ പറ്റിയത്. നീ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വീടിനൊരു ഐശ്വര്യം ഉണ്ടാവും. എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് നിങ്ങൾ തന്നെയല്ലേ? അപ്പോ കുറച്ച് ക്രെഡിറ്റ്സ് നിങ്ങൾ എടുത്തോ? ഇപ്പൊ എടുക്കുന്നില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഈ വീട്ടിലേക്ക് വരില്ലേ, അപ്പൊ എടുത്തോളാം. ഈ വീട്ടിലേക്കോ? എന്റെ വീട് അപ്പുറത്തല്ലേ? തൃശൂൽ, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് ത്രിവിക്രമനെയാ. ഞാൻ വരാൻ പോകുന്നത് ഈ വീട്ടിലേക്കാ. വെറുതെ ഫീൽ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ത്രിവിക്രമനെ മാത്രമേ കല്യാണം കഴിക്കൂ. എന്തിനാ ശിവാനി ഇടയ്ക്കിടയ്ക്ക് ഇതേ കാര്യം പറഞ്ഞ് എന്നെ വേദനിപ്പിക്കുന്ന? ഞാൻ നടക്കാൻ പോകുന്ന കാര്യം പറഞ്ഞത് തൃശൂർ. അതെന്തെങ്കിലും ആവട്ടെ. നീ എന്നെ ഒരുപാട് ശല്യം ചെയ്യുന്നുണ്ട്, വെറുതെ പുറകെ നടക്കുന്നുണ്ട്. പക്ഷെ മറ്റൊരാളെ സഹായിക്കാനുള്ള നിന്റെ ആ വലിയ മനസ്സുണ്ടല്ലോ, അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഐ ലൈക്ക് ഇറ്റ്. നീ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കണം തൃശൂൽ. എന്റെയും ത്രിവിക്രമന്റെയും കല്യാണം കഴിഞ്ഞാൽ പോലും. അതെ, എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ഇന്നൊരു ചീത്ത ദിവസം ആയതുകൊണ്ടാ. എല്ലാം പതിയെ ശരിയായിക്കോളും. വന്ന് കിടക്കാൻ നോക്കൂ. നീ പോയി കിടക്ക് ദമയന്തി, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. ഇത് ശിവാനിയുടെ കയ്യിലുണ്ടായിരുന്ന പ്രാവല്ലേ? ഇതെന്തിനാ ഈ വീട്ടിലേക്ക് വന്നത്? ഇതെങ്ങോട്ടായി പോകുന്നത്? എന്നോടെന്തെങ്കിലും പറയാൻ ശ്രമിക്കുകയാണോ?